നമസ്കാരം, ഏവർക്കും മാർട്ട് ഫ്രെയിം സാഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവീട്ടിൽ. ഇന്നൊരു കഥ പറയാനായിട്ടാണ് പോകുന്നത്. വളരെ പ്രമാദമായ ഒരു കഥയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. അങ്ങ് തെക്ക്, തിരുവനന്തപുരത്തിന് തെക്ക്, പാറശാലയ്ക്കും തെക്ക് അഴകിയ മണ്ഡപം എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലൂടെ നിറയെ ആൾക്കാരുമായി ഒരു ബസ് കടന്നു വരികയാണ്. ആ ബസ്സിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഒരു യുവതി നിൽപ്പുണ്ട്. കുറച്ച് പിന്നിലായിട്ടൊരു യുവാവ് നിൽപ്പുണ്ട്. അവർ തമ്മിൽ ഇടയ്ക്കിടയിൽ നോക്കുന്നുണ്ട്. ആ ബസ് കടന്നുപോയി. അടുത്ത ദിവസങ്ങളിലും ഇതേ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പതുക്കെ അടുക്കുകയാണ്. അഴകിയ മണ്ഡപം മുസ്ലിം ആർട്സ് കോളേജിൽ പഠിക്കുന്ന ഗ്രീഷ്മ എന്ന പെൺകുട്ടിയായിരുന്നു ഈ കഥയിലെ നായിക. അവർ അഴകിയ മണ്ഡപം എന്ന സ്റ്റോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ഒരു യുവാവും ഇറങ്ങുകയാണ്. ഷാരോൺ എന്നു പേരുള്ള തിരുവനന്തപുരം പാറശാലയിൽ വീടുള്ള ആ ഒരു യുവാവ്. അവരങ്ങനെ അടുത്ത് സംസാരിച്ച് സ്നേഹത്തിലേക്കാവുകയാണ്. ഷാരോണിൻ്റെ കോളേജ് എന്ന് പറയുന്നത് നെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവൻ അവിടെ നിന്ന് 9 കിലോമീറ്ററൂടെ ഉണ്ട്. എങ്കിലും അവൻ അവിടെ ഇറങ്ങി അവളോട് സംസാരിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി സ്നേഹം പങ്കിട്ടിട്ടാണ് അവർ പോകുന്നത്. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടി BA ഇംഗ്ലീഷിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംഭാഷണങ്ങൾ സ്നേഹത്തിലേക്ക് കടന്നു. അതൊരു പ്രണയമായി പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. മുമ്പുണ്ടായിരുന്ന പ്രണയങ്ങളെ പറ്റിയൊന്നും പറയുന്നത് ശരിയല്ലെന്നറിയാമായിരുന്നിട്ടും മുൻപ് 3 പ്രണയങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഗ്രീഷ്മ എന്ന് പറയുന്നത്. അതൊക്കെ ഒരുവിധം കടന്നു പോയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ 4മതൊരു പങ്കാളി വരികയാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായുള്ള സന്തോഷം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലെ ആ ഒരു യാത്രകൾ ദിനം ദിനം കൂടിക്കൊണ്ടേയിരുന്നു. അവർ പിന്നീട് ആ ബസ്സിൽ നിന്ന് സ്കൂട്ടറിലേക്ക് യാത്ര മാറ്റുകയുണ്ടായി. തൻ്റെ മഞ്ഞ ഡിയോ സ്കൂട്ടറിൽ ഷാരോൺ എത്തുകയും അവിടെ നിന്ന് ഗ്രീഷ്മയും കൂട്ടി പലയിടങ്ങളിലേക്ക് അവർ യാത്രകൾ ചെയ്യുവാൻ തുടങ്ങി. അവർ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. എന്നാൽ കാലം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ പ്രണയത്തിലെയും പോലെ ഒരു ദിവസം അവൾക്കും ഒരു വിരസത ഉണ്ടായി തുടങ്ങി. അവരുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലുതായി തുടങ്ങി. അവർക്കിടയിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു തുടങ്ങി അവർ ബ്രേക്കപ്പ് എന്നൊരു ഘട്ടത്തിലേക്ക് വന്നു. വന്നതിന് ശേഷം ഒരു ദിവസം അവൾ ഓർക്കുകയാണ്, താൻ സ്നേഹിച്ചിരുന്ന സമയത്ത് പിന്നിട്ട കുറേ സമയങ്ങളുടെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങളും താൻ കൊടുത്ത കുറച്ച് ദൃശ്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ അയാളുടെ കയ്യിലും ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അവളെ വളരെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കി കളയണം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ഫെബ്രുവരി കാലത്ത് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. ആർമിയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം അവൾ വീണ്ടും ഈ ചിന്തയിൽ മുഴുകുകയാണ്. നാളെ എങ്ങാനും ഷാരോൺ വന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നാലോ, ഈ പട്ടാളക്കാരനെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചാലോ, താനൊരു ശരിയല്ലാത്ത ഒരാളാണെന്ന് അയാളെ ധരിപ്പിച്ചാൽ തൻ്റെ ജീവിതം എവിടെ പോയി നിൽക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളെ ശരിക്കും അലട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഷാരോണിന് അവളെ പിരിയാൻ വയ്യായിരുന്നു. അവൻ വളരെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത്. എന്നാൽ പോകെ പോകെ ദിവസങ്ങളിൽ കല്യാണം ഉറപ്പിച്ച കാര്യം അവൻ അറിയുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങളാവുകയും ചെയ്തു. എന്നാൽ തിരികെ ഷാരോണിലേക്ക് ഗ്രീഷ്മ എത്തുകയാണ്. അങ്ങനെ ഗ്രീഷ്മ എത്തി വീണ്ടും പ്രണയം പൂവണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിക്കുക? കാരണം നീ ഇപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിമിഷം അവർ പറയുകയാണ്, എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞില്ലല്ലോ, ഞാൻ എന്ന് നിൻ്റേതാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല തുടങ്ങിയ വാക്കുകളൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കയറുകയാണ്. അവൻ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുകയാണ്. കാരണം അവൻ അത്രമാത്രം വലുതായിരുന്നു ആ ഒരു പ്രണയം. അവൻ്റെ ലോകമായിരുന്നു ആ ഒരു പ്രണയം. അവൻ്റെ സ്വപ്നങ്ങളായിരുന്നു ആ ഒരു പ്രണയം. അങ്ങനെ ആ ഒരു പ്രണയത്തിൽ അവൻ വൈകാരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ അടിപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ ബന്ധം മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം അവർ താലി കെട്ടുന്നുണ്ട്. താലി കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഒഴിഞ്ഞു മാറാനാണ് ഗ്രീഷ്മ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്നിട്ട് ഗ്രീഷ്മ നെറ്റിയിൽ കുങ്കുമം ചാർത്തിട്ട് ഞാൻ നിൻ്റേത് മാത്രമാണെന്നുള്ള രീതിയിൽ എന്നും ഫോട്ടോകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഷാരോൺ ശരിക്കും പക്ഷേ താലി കെട്ടണം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ അടുത്ത കഥ ഇറക്കുകയാണ്, എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിക്കും എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ എന്തും വന്നോട്ടെ, എനിക്ക് ചൊവ്വാദോഷത്തെയും ഒന്നിനെയും പേടിയുമില്ല എന്നുള്ള രീതിയിലേക്ക് ഷാരോൺ പോവുകയും അങ്ങനെ ഒരു താലി കിട്ടുന്നതും ഒക്കെ ഉണ്ട്. വളരെ പേഴ്സണലായിട്ട് നടക്കുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗ്രീഷ്മയുടെ മാസ്റ്റർ പ്ലാനിലുള്ള കാര്യങ്ങളാണ്, താൻ നാളെ എന്തായാലും ഇയാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വിവരങ്ങളൊന്നും പുറത്തു വരില്ല, എനിക്ക് സുഖമായിട്ട് ആ മിലിറ്ററിക്കാരൻ്റെ ഒപ്പം ജീവിക്കാമെന്നുള്ള ആ ഒരു കുശാഗ്ര ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ഉള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഒരു യാത്രക്കിടയിൽ അവരൊരു ജ്യൂസ് ചലഞ്ച് നടത്തുന്നതാണ് പിന്നീട് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അങ്ങനെ ഓരോ ചലഞ്ചുകളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറേ രഹസ്യ മുഹൂർത്തങ്ങളും കുറേ രഹസ്യ നിമിഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോയ കുറേ സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ യാത്രകളിൽ ഒരു ദിവസം അവളുടെ കയ്യിൽ 2 കുപ്പി ജ്യൂസ് കാണാം.
അപ്പോൾ അന്നൊരു ജ്യൂസ് ചലഞ്ചാണ്. ഈ ജ്യൂസ് ആരാണ് മുഴുവൻ ആദ്യം കുടിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ ഒരു ചലഞ്ച്. അതിൽ ശരിക്കും പാരസെറ്റാമോൾ പൊടിച്ചു ചേർത്ത ഒരു കുപ്പി ജ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോവുകയാണെങ്കിൽ, അതിൽ പാർട്ട്ണറോടൊപ്പം പുറത്തു പോവുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവ് പുറത്തു പോവുകയാണെങ്കിൽ എല്ലാവരും ഒരു കുപ്പി വാങ്ങിയിട്ട് അവർ ഒറ്റയ്ക്കാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ചാണ് ആ കുപ്പിയിൽ നിന്ന് കുടിക്കുന്നത്. പക്ഷേ ഇത് അവൾ മൂടി തുറന്ന് അവന് കൊടുക്കുന്നു. ഇത് കുടിച്ചോളൂ, ഇത് കുടിച്ചൊരു ചലഞ്ചാണ്, നമ്മളിൽ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ വെല്ലുവിളികളുമൊക്കെ ആയിട്ട് അവനോട് സമീപിക്കുകയാണ്. ഷാരോൺ ഇച്ചിരി ഒരു അങ്ങനത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് പിന്നീട് കാര്യങ്ങളിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ ആ ജ്യൂസ് മേടിക്കുന്നു, അവനത് കുടിക്കുകയാണ്. ശരിക്കും ആ ജ്യൂസ് കുടിച്ചതിൽ അവന് കുഴപ്പങ്ങളൊന്നും ശരിക്കും വന്നിരുന്നില്ല. കാരണം പാരസെറ്റാമോൾ കുറച്ച് ഓവർ ഡോസിൽ അതിനകത്ത് കലക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അയാൾക്കത് അത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഷാരോണിന് കുഴപ്പമൊന്നും വരാത്തത് കണ്ടിട്ട് ഒരു ദിവസം രാത്രിയിൽ അവനെ വിളിക്കുകയാണ് ഈ ഗ്രീഷ്മ എന്ന പെൺകുട്ടി. ഗ്രീഷ്മ എന്ന പെൺകുട്ടി വിളിച്ച് ലൈംഗിക ചോദ്യോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ നീ എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ വീട്ടിൽ ആരുമില്ല എന്ന് പറയുകയും തുടർന്ന് ഷാരോൺ അവിടേക്ക് ചെല്ലുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ സ്നേഹസംഭാഷണത്തിൽ വീണ്ടും ഏർപ്പെടുകയാണ്. സ്നേഹസംഭാഷണത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഇരിക്കെ പണ്ട് പറഞ്ഞൊരു നർമ്മത്തിൻ്റെ ബാക്കി അവളിപ്പോൾ പറയുകയാണ്. നീ പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വയ്യാതെ വരുമ്പോൾ കഷായമാണ് കുടിക്കുന്നതെന്ന്. അപ്പോൾ ആ കഷായം എന്ത് കയ്പാണെന്ന് നിനക്കറിയാമോ? നിനക്ക് തൻ്റെ ഇടമുണ്ടോ അത് കുടിക്കാൻ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവളൊരു കഷായത്തിൻ്റെ കുപ്പി അവനെ കാണിക്കുകയാണ്. അപ്പം അവനോട് പറഞ്ഞു ഇത് നോർമലി നമ്മൾ കുടിക്കുന്ന കഷായമാണ്, അപ്പോൾ അതുകൊണ്ട് നിനക്ക് ധൈര്യമുണ്ടോ ഇത് കുടിക്കാൻ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവനെ പ്രകോപിപ്പിച്ചിട്ട് അവൻ അവൻ്റെ ധൈര്യം കാണിക്കാനും അവളോടുള്ള ട്രസ്റ്റിൻ്റെ പുറത്തുമൊക്കെ ആ ഒരു കഷായത്തിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുകയാണ്. ആ കഷായം കുടിച്ചതിന് ശേഷം ആ കഷായത്തിൻ്റെ കയ്പ് മാറാനെന്ന് പറഞ്ഞ് മറ്റൊരു ജ്യൂസ് കൂടി അവന് കൊടുക്കുകയാണ്. അങ്ങനെ കഷായം കുടിച്ച ശേഷം ഈ ജ്യൂസ് കൂടെ കുടിച്ച ശേഷം അവൻ അതിഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയാണ്. നീലയും പച്ചയും കലർന്ന എന്തോ ഒരു രാസലായനി ഉള്ളതുപോലെ അവൻ ഛർദ്ദിക്കുകയാണ്. പക്ഷെ അവൻ അപ്പോഴും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, കാരണം അവൻ്റെ സ്നേഹത്താൽ കണ്ണുകൾ മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ ആ കഷായം കുടിച്ച് ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി വെളിയിൽ കാത്തുനിന്ന് തൻ്റെ കൂട്ടുകാരോടൊപ്പം സ്കൂട്ടറിൽ കയറി പോകുമ്പോഴും അവൻ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലായിട്ട് നിന്ന് ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ അകത്തേക്കൊരു കുഴപ്പവും കൂടാതെ പോയ അവൻ പുറത്തേക്ക് എങ്ങനെ ഈ ഒരു രൂപത്തിൽ വന്നു എന്ന് കൂട്ടുകാരൻ അതിശയിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൻ ചോദിച്ചു നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലടാ, നീ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും യാത്ര തിരിക്കുകയാണ്. വീട്ടിലെത്തുന്നിടം വരെ അവശതയോടെ അവൻ്റെ പുറത്ത് കെട്ടിപ്പിടിച്ചു പോയ ആ കൂട്ടുകാരനെ അവൻ ശരിക്കും ഞെട്ടലോടെയാണ് നോക്കിയത്. അവനോട് വീണ്ടും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, ഞാൻ അവിടുത്തെ ഒരു ജ്യൂസ് കുടിച്ചത് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ ആ ദിവസം കടന്നു പോവുകയാണ്. ആ ഒരു ഒക്ടോബർ 14 നടന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് 11 ദിവസങ്ങൾ ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു യുവാവിൻ്റെ ലൈഫിൽ ഭയങ്കര വേദനകൾ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. കാരണം അവൾ കുടിക്കാൻ കൊടുത്ത കഷായത്തിൽ കലക്കിയിരുന്നത് കീടനാശിനിയായിരുന്നു, കൃഷിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനി. അങ്ങനെ കീടനാശിനി കലക്കിയ ആ ഒരു കഷായം കുടിച്ചിട്ടാണ് ഈ യുവാവ് ഛർദ്ദിക്കുന്നത്. അപ്പോഴും ഈ യുവാവ് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം. ഇവരുടെ ഈ ഒരു പ്രണയം വീട്ടിലൊക്കെ വലുതായിട്ട് അറിഞ്ഞതും അവൾ വീട്ടിലൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അവിടെ പോയ കാര്യവും ശരിക്കും അവൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടുപോയ കൂട്ടുകാരനാണ് ഇത് ചേട്ടനോട് പറയുന്നത് ഇങ്ങനെ പോയിരുന്നു എന്നും ഈ ഒരു ഇങ്ങനൊരു കാര്യം കുടിച്ചിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പം കഷായം കുടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴേക്കും, അതായത് അവരൊന്ന് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഒരിക്കലും അവർ അതിനെ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടർ കൊടുത്തിരുന്നത് ഗ്യാസിൻ്റെ ഗുളികകളൊക്കെയാണ്, ഗ്യാസിൻ്റെ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ ഷാരോണിന് കൊടുക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശരീരം ഒരുപാട് വല്ലാണ്ടാവുകയും ചെയ്തു. അവൻ്റെ കിഡ്നി ഫെയിലിയർ ആവുന്നു, കരളിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നതോടെ ഡയാലിസിസ് ആരംഭിക്കണം എന്നുള്ള രീതിയിലേക്ക് ഡോക്ടർ പറഞ്ഞു. ഡയാലിസിസിന് കൊണ്ടുപോകുന്ന വഴിക്ക് നേഴ്സാണ് പറഞ്ഞത് ആസിഡിൻ്റെ അംശം കണ്ടതായിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഈ ചേട്ടൻ, അതായത് ആയുർവേദ ഡോക്ടറായിട്ട് പരിശീലനം ലഭിച്ച ചേട്ടൻ ഈ ഒരു കേസിലേക്ക് വരുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പെന്നോണം ഓരോ മനുഷ്യരെയും ദൈവം ഓരോ രീതിയിലേക്ക് ആക്കി വെക്കുമെന്നോണമാണ് എനിക്ക് ഈ ഒരു കഥയിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന ആ ചേട്ടനെ കാണാൻ വേണ്ടി കഴിയുന്നത്. അയാൾ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് അയാൾ ഈ കാര്യം വളരെ മൃദുവായിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണെന്ന് കൊടുത്തത്? അത് ഞങ്ങൾ കൊടുത്തത് കഷായമാണ്, അതൊരു ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്താണ്, ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് കൊടുത്താണ്, ഞങ്ങളിവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഷായമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ വ്യക്തി വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്നു, ആണോ എങ്കിൽ അതിൻ്റെ പേരൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് പേര്, അതിൻ്റെ കുപ്പി എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ പേര് ആ കുപ്പിയിൽ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. അന്ന് ആ കുപ്പിയുടെ എടുത്ത് നോക്കിയിട്ട് ആ ഫോട്ടോ ഒന്ന് അയക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ലാസ്റ്റ് ഡോസ് ആയിരുന്നു, കഴിഞ്ഞു പോയി, കുപ്പി അമ്മ കഴുകി വെച്ചു, അതുകൊണ്ട് അതിൻ്റെ സ്റ്റിക്കർ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്കിൽ കുപ്പിയുടെ മണ്ടയ്ക്കത്തെ അടപ്പിലെങ്കിലും പേര് കാണും, അപ്പോൾ അതെങ്കിലും ഒന്നെടുത്ത് അയക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആക്രിക്കാരൻ കൊണ്ടുപോയി തുടങ്ങി ഉരുണ്ട് കളിക്കുന്ന മറുപടികളായിരുന്നു ശരിക്കും പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇതേ സമയം വയ്യാതെ
വയ്യാതെ തൻ്റെ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഷാരോണും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എടി അന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അതിനകത്ത്, അതുകൊണ്ടാണോ ഇങ്ങനെ? അപ്പോൾ വളരെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെക്കാട്ടിലും മുകളിൽ അഭിനയിച്ച് ബലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ, നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ, നിനക്ക് എത്രയും പെട്ടെന്ന് സുഖം ആയിട്ട് തിരികെ വരുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെ ആ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു കുറ്റവാളി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവർ വളരെ വിദഗ്ധമായി നാടകം കളിച്ചുകൊണ്ടേയിരുന്നു. ഈ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പ്രണയത്തിൻ്റെ മുകളിൽ അവളെ വിശ്വസിച്ചതിനാൽ വളരെ സ്നേഹത്തോടും ആ ഒരു ആത്മാർത്ഥതയോടും കൂടി തന്നെ അവൻ ആ ഒരു മരണക്കിടക്കയിൽ ആ ഒരു ബെഡിൽ കിടന്നും സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവസാന നിമിഷം വരെ അവൻ ആ ഒരു പെൺകുട്ടിയുടെ പേര് പുറത്തു പറഞ്ഞില്ല. അങ്ങനെ അവൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടേയിരുന്നത്. ഒരിക്കലും അവളെ ഒരു കുറ്റക്കാരിയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്താൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ്റെ ആരോഗ്യനില വഷളാവുമ്പോഴേക്കും ചേട്ടൻ വീണ്ടും ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോഴത്തേക്ക് അവസാനം ഇവർ ഒരു അരുൺ എന്ന് പറയുന്ന ഡോക്ടറെ തൻ്റെ ചേച്ചിയുടെ ഫാമിലി ഫ്രണ്ടാണെന്നും ചേച്ചിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതി തന്നു എന്നുള്ള രീതിയിലും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഓർക്കണം, 22 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ചേച്ചിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആ അരുൺ എന്നുള്ള ഡോക്ടറിനെ കാണുകയും അവരോട് അന്വേഷിക്കുകയും ചെയ്തപ്പം ഇവരെ അറിയത്തേയില്ല എന്നുള്ള രീതിയിൽ അയാൾ പറയുകയുണ്ടായി. അങ്ങനെ പറയുകയുണ്ടായപ്പോഴത്തേക്ക് ഈ ഒരു വാദം പൊളിയുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വീണ്ടും പ്ലേറ്റ് തിരിക്കുവാണ്. അവൾ വീണ്ടും പറയുകയാണ്, ഇത് ഞങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഔഷധമാണ് എന്നുള്ള രീതിയിൽ, അതായത് കഷായമാണ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു കഥ വീണ്ടും തിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് സംശയം തോന്നിയിട്ട് ശരിക്കും വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയെങ്കിലും ആ വരുന്ന ദിവസങ്ങളിൽ ഷാരോൺ മരണത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ തൊണ്ട മുതൽ അന്നനാളം വരെ പൊള്ളിയ അവസ്ഥയിൽ ആ ഒരു യുവാവ് മരണത്തോട് മല്ലിടുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും താൻ അവളെ ഒറ്റക്കൊടുക്കാതെ തൻ്റെ ആ ഒരു പ്രണയത്തിന് വേണ്ടി, തൻ്റെ ആ ഒരു പ്രണയിച്ച ആൾക്ക് വേണ്ടി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചൊരു വ്യക്തിയാണ് ശരിക്കും ഷാരോൺ എന്ന് പറയുന്നത്. പോലീസുകാർ വരുന്നുണ്ട്, പോലീസുകാർ വന്ന് അന്വേഷണങ്ങൾ തുടങ്ങുന്നുണ്ട്. അന്വേഷണങ്ങൾ തുടങ്ങി മജിസ്ട്രേറ്റ് അവനോട് മരണമൊഴി എന്നുള്ള രീതിയിൽ ശരിക്കും മൊഴിയെടുക്കുന്നുണ്ട്. മൊഴിയെടുക്കുമ്പോഴും അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല, ഇതെന്തോ മറ്റെന്തോ കാര്യമാണോ എന്നുള്ള രീതിയിൽ. അപ്പോഴും ഈ കപട നാടകക്കാരിയായിട്ടുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നത് ആ ജ്യൂസിൽ നിന്ന് വല്ലതും ആയിരിക്കും. ആ ജ്യൂസിനകത്തുനിന്ന് ഓട്ടോക്കാരന് എന്തോ പറ്റിയതുപോലെ തോന്നിയിട്ടുണ്ട്. ഓട്ടം കഴിഞ്ഞ് ഓട്ടോക്കാരൻ ചേട്ടൻ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ ജ്യൂസ് കൊടുത്തായിരുന്നു, അപ്പം മേ ബി അതിനകത്തുനിന്ന് വല്ലതും പറ്റിയതായിരിക്കും എന്നുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള നാടകം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ആ യുവാവ് മരണപ്പെടുകയാണ്. കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ആ ഒരു മരണമായിരുന്നു. ആ മരണപ്പെട്ടതിന് ശേഷം പോലീസ് ഇതൊരു സാധാരണ മരണം എന്നുള്ള രീതിയിൽ എന്തോ വിഷം ഉള്ളിൽ ചെന്നു, എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലേക്ക് എഴുതി തള്ളുകയാണ് ഉണ്ടായത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് വന്നു അന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോഴേക്കും വീട്ടുകാരും അവരുടെ ആശങ്കകളും അവരുടെ ആകുലതകളും കാര്യങ്ങളും അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അതിൽ നിന്നാണ് ചില്ലറ മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഗ്രീഷ്മ എന്നുള്ള ഒരു കുറ്റവാളിയെ അവർ പൊളിച്ചെഴുതിക്കൊണ്ട് വരുന്നത്. ഗ്രീഷ്മ മാത്രമല്ല ഈ ഒരു കേസിൽ കുറ്റവാളിയായിട്ടുള്ളത്, അവരുടെ അമ്മയും അവരുടെ അമ്മാവൻ നിർമ്മലകുമാരൻ എന്ന് പറയുന്ന ആളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അമ്മ സിന്ധു ഈ ഒരു കാര്യത്തിൽ ഒത്താശ ചെയ്തു കൊടുത്ത് ആ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം വന്ന് മാറി നിന്നാണ്. നിർമ്മലകുമാരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നെടുത്ത ആ ഒരു കീടനാശിനിയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും അതിവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് ശരിക്കും പറഞ്ഞാൽ തെളിയിക്കുകയാണ്. ശരിക്കും കേരള മനസാക്ഷിയെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഈ ഒരു സംഭവം. അവനെ ഒഴിവാക്കാൻ തൻ്റെ കുറേ വീഡിയോകൾ, സ്വകാര്യ ദൃശ്യങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്, തൻ്റെ ജീവിതത്തിന് അത് ദോഷമാകുമെന്ന് കണ്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ആ ഒരു അതിബുദ്ധി, തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, തന്നെ ജീവനോളം സ്നേഹിച്ച അവനെ ഒഴിവാക്കാൻ വേണ്ടി അവൾ കാണിച്ച ആ ഒരു കുരുട്ടുബുദ്ധി, അവൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് കണ്ടിട്ടും അവൻ്റെ ജീവൻ പോവാണെന്ന് കണ്ടിട്ട് പോലും അവൾ കാണിച്ച ആ ഒരു തെരുവ് നാടകം, തേർഡ് റേറ്റ് നാടകം, ശരിക്കും പറഞ്ഞാൽ കേരളം അവൾക്ക് മാപ്പ് കൊടുക്കില്ല. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അവൾക്ക് മാപ്പ് കൊടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പോലും പശ്ചാത്താപം തോന്നാത്ത ഒരു വ്യക്തിയായിട്ട് അവൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ആ ഒരു കൊലപാതകത്തിൻ്റെ വിധി ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അമ്മ സിന്ധു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ, അവർ കുറ്റം സമ്മതിച്ചിട്ട് പോലും പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല എന്നുള്ള രീതിയിൽ അവരെ ശിക്ഷയ്ക്ക് ഇളവ് കൊടുത്തിരിക്കുകയാണ്, അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. അമ്മാവൻ നിർമ്മലകുമാരനും ഗ്രീഷ്മയ്ക്കും എതിരെ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. ശരിക്കും വാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വാദങ്ങളാണ് കേൾക്കുന്നത്. പോലീസ് വളരെ കാര്യങ്ങളായിട്ട് ഈ ഒരു കാര്യത്തെ
പ്രസൻറ്റ് ചെയ്യുമ്പോഴും എതിർഭാഗം അവർ ജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കണം. 24 വയസ്സേ ആയിട്ടുള്ളൂ, ജീവിതത്തിൽ ഇനിയും ഒരുപാട് വയസ്സ് താണ്ടാനുണ്ട്, ഒരുപാട് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പം ശരിക്കും പുച്ഛമാണ് തോന്നുന്നത്. പഠിക്കുന്ന ഒരു കുട്ടിയാണോ, നല്ല നിലയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണോ, അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളൊരു കുട്ടിയാണോ ഒരാളുടെ ജീവിതത്തെ പേപ്പർ പോലെ പിച്ച് കീറി എറിഞ്ഞ ആ ഒരു യുവതിക്ക് ഇനിയും പഠിക്കണമെന്നോ തൻ്റെ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകണമെന്നോ പറയാൻ ഈ സമൂഹത്തിൽ എന്താണ് അർഹത എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു ദിവസം കൊണ്ട് കൈപ്പിഴ കൊണ്ട് വന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഗൂഗിളിൽ നോക്കി ഈ ഒരു മരുന്ന് കൊടുത്ത് എൻ്റെ ശരീരത്തെ കാണാൻ പറ്റുമോ, ഈ ഒരു മരുന്ന് കൊടുത്താൽ ശരീരത്തെ കാണാം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി അതിനെ വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു യുവാവിലേക്ക് ഈ ഒരു മരുന്ന് എത്തിക്കാൻ അവൾ ശ്രമിക്കുന്നത്. കാരണം പ്ലാൻഡ് ആയിട്ട് കൊന്നിരിക്കുന്നതാണ്, അല്ലാതെ വെറും ചുമ്മാതെ അബദ്ധത്തിനോ അല്ലെങ്കിൽ തെറ്റുപറ്റി മരിച്ചു പോയതോ അങ്ങനെ പെട്ടെന്ന് പ്ലാൻഡ് അല്ലാതെ മരിച്ചതോ അല്ല. ശരിക്കും അങ്ങനെയുള്ളവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏജോ ഒക്കെ നോക്കിയാൽ പിന്നെയും നമുക്കൊന്ന് നോക്കിയെന്ന് പറയാം. ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ കൊല്ലുന്ന കുറ്റവാളികളെ തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് അഴിച്ചുവിടരുതെന്നാണ് വീണ്ടും പറയാനുള്ളത്. കാരണം ഇതിനെ നോക്കി നിൽക്കുന്ന ഒരുപാട് കുറ്റവാളികളാകാൻ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കുറച്ചുകൂടെ പോളിഷ്ഡായിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്തു തുടങ്ങും. സമൂഹത്തിൽ ഒരുപാട് പേരെ അവർ കൊല്ലാനും അങ്ങനെയുള്ള ഒരുപാട് വലിയ സൈക്കോകൾ ജനിക്കാനും കാരണമാവും. ശരിക്കും നല്ല വലിയ ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ശരിക്കും കേരളം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിധിയാണ്. നമുക്ക് ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു വിധി അറിയാം. കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു ഇരട്ട ജീവപര്യന്തം വരെ കിട്ടാനുള്ള ചാൻസ് ഈ ഒരു കേസിൽ കാണുന്നുള്ളൂ. ശരിക്കും ഏജും കാര്യങ്ങളും ഒക്കെ നോക്കി ഒരു ജീവപര്യന്തമോ ഒരു ഇരട്ട ജീവപര്യന്തമോ എന്നുള്ള രീതിയിൽ 24 വർഷം മാത്രം അകത്തിട്ടിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മനസ്സിൽ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ അവൾ ആഗ്രഹിക്കുന്നില്ല, അവൾ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നത്, കേരള മനസാക്ഷിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ യുവതലമുറയായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പ്രണയിക്കുന്നത് തെറ്റാണെന്നല്ല ഒരിക്കലും എല്ലാവരും പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് കൂടുതൽ തീവ്രമായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോഴേക്ക് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടാവുകയും അതിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുവതലമുറ തന്നെയാണ്. ഒരുപാട് വലിയ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് വലിയ ലഹരി മരുന്നിലേക്കും ഒക്കെ ഒരുപാട് പേര് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും അവർ അതിൻ്റെ പിന്നിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രഗിൾ എത്രമാത്രമാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവുന്നത് അതിൽ പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. Please subscribe our YouTube channel Mad Frames Magic.